ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവരും പഠിക്കാൻ റെഡിയല്ലേ? അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ടാവും പല ക്ലാസ്സുകളിലും, അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പീരിയോഡിക് ടേബിൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെ കുറേ എലിമെൻസിനെയൊക്കെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അയോൺ, തുരുമ്പ് പിടിക്കുന്നു, അയോണിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കോപ്പറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അതേപോലെ ഹൈഡ്രജനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഓക്സിജനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ പല എലിമെൻറ്റുകളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പല പല എലിമെൻസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണത് വന്നതെന്നോ അതെങ്ങനെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമ്മളിതുവരെ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല. സോ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പീരിയോഡിക് ടേബിളിനെ കുറിച്ചും അതിൽ തന്നെ മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ പലരും ഒരുമിച്ച് കണ്ടുപിടിച്ചതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. അതിൽ ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നുണ്ടാവുക മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ചായിരിക്കും. സോ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്ത് പോവാം. ഓക്കെ, സോ ഞാൻ ഷെയർ ചെയ്യാം സ്ക്രീന്. കാണുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. ഓക്കെ, ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം അല്ലേ? ഇതിന് നമ്മൾ എന്താണ് പറയുന്നത്? മൂലകങ്ങളുടെ പട്ടിക എന്നാണ് നമ്മൾ പറയുന്നത്. മൂലകങ്ങളുടെ ആവർത്തന പട്ടിക എന്നാണ് നമ്മളിതിനെ മലയാളത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് പീരിയോഡിക് ടേബിൾ ഓഫ് ദി എലമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് കാണാൻ കളർഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ കുറേ ബോക്സസ് ആയിട്ട് വെച്ചിരിക്കുന്നു, കുറേ റോസ് ആയിട്ടും കോളംസ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, എങ്ങനെയാണ് വന്നേക്കുന്നത് എന്നൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കിന്ന് നോക്കാം. ഓക്കെ, നമ്മളിന്ന് ഒരു മിനിറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ നമ്മളിപ്പം നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെൻറ്റ്സ് കേട്ടോ. എലിമെൻറ്റ്സ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? എലിമെൻറ്റ്സിനെ നമ്മൾ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓരോരോ ഗ്രൂപ്പായിട്ടാണ് നമ്മളിങ്ങനെ എലിമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇപ്പം ടോട്ടൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 118 എലിമെൻറ്റ്സ് ഉണ്ട്. ടോട്ടൽ 118 എലിമെൻറ്റ്സ് ഉണ്ട്. 114 എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ചും കൂടെ എലിമെൻറ്റ്സ് നാല് എലിമെൻറ്റ്സിനും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് 118 എലിമെൻറ്റ്സ് ആണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചേക്കുന്നത്. Okay, early attempts of classification of elements. The early attempt to classify elements was grouping then known elements into two groups called metals and non-metals. ആദ്യം നമ്മൾ എങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? മെറ്റൽസും നോൺ മെറ്റൽസും ആയിട്ടാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അയോൺ നമുക്ക് പറയാം. നോൺ മെറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിൽ പീരിയോഡിക് ടേബിളിൽ അപ്പുറത്തെ സൈഡിലേക്ക് പോകും. ബോറോൺ, കാർബൺ, അതൊക്കെ നമ്മൾ നോൺ മെറ്റലിൻ്റെ കാറ്റഗറിയിൽ വരുത്തുന്നതാണ്. ഓക്കെ, ഓക്സിജനൊക്കെ നോൺ മെറ്റലാണ്. പിന്നെ ഒരു കാറ്റഗറിയും കൂടി നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് മെറ്റലോയിഡ്. മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ക്യാരക്ടർ ഒരുമിച്ച് കാണിക്കുന്നവയെ നമ്മൾ എന്ത് പറയും? മെറ്റലോയിഡ് എന്ന് പറയും. അതിനൊരു എക്സാമ്പിളാണ് ജെർമാനിയം. ഓക്കെ, ഇതിനൊരു എക്സാമ്പിളാണ് ജെർമാനിയം. ഇനി താഴേക്ക് പോകുന്നത് നമ്മൾ ഡൊബ്രെയ്നർ ട്രയഡ് എന്ന് പറയുന്നത്. ട്രയാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നായിട്ട് വെച്ചിരിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ട്രയാഡ് എന്ന് പറയുന്നത്. 3 എലിമെൻസിനെ ഒരുമിച്ച് വെച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? എലിമെൻസിന് 3ആയിട്ട് ഒരുമിച്ച് വെക്കുമ്പോൾ നമ്മളതിന് ട്രയാഡ് എന്ന് പറയുന്നു. അത് ഡൊബ്രെയ്നർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണിത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് എന്തിൻ്റെ പ്രിൻസിപ്പിളിലാണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ആറ്റോമിക് മാസസ് ഇൻ ടു ഗ്രൂപ്പ്സ്. അങ്ങനെ ഡൊബ്രെയ്നർ അവരുടെ ആറ്റോമിക് മാസ്, ഒരു എലിമെൻറ്റിൻ്റെ
അവരുടെ മാസ് വെച്ച് അതിനെ ഒരുമിച്ച് 3 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ഒരു ഡോബറൈനർ ട്രയാഡ്സ് ഉണ്ടാക്കി. അത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ലിത്തിയം, സോഡിയം, പൊട്ടാഷ്യം. അപ്പോൾ ഇങ്ങനെ ഡോബറൈനർ അറേഞ്ച് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നടുക്കത്തെ എലിമെൻറ്റ് ഇത് രണ്ടിൻ്റെയും കൂടെ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും അഡിഷൻ ആയിരിക്കും, മീൻ ആവറേജ് ആയിരിക്കും. ആഡ് ചെയ്ത് ബൈ 2 എടുക്കും. ദാറ്റ് ഈസ് ആവറേജ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഡോബറൈനർ അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതൊരു ഡിഫക്റ്റ് ആയിരുന്നു. അത് ഡിഫക്റ്റാണ്, അങ്ങനെ എല്ലാ എലമെൻസിനും അങ്ങേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു മോഡൽ ഡോബറൈനർ ട്രയാഡ് നമുക്ക് നിലവിൽ വന്നില്ല. ഇനിയും കുറേ എലമെൻറ്റ്സ് ഉണ്ട്, ഇത് ആ കൂടെ കുറച്ച് എലമെൻറ്റ്സേ പറഞ്ഞുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, വേറെ ഒരു ന്യൂലൻസ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സിസ്റ്റം അല്ലെങ്കിൽ പുതിയൊരു മോഡൽ കൊണ്ടുവന്നു. ന്യൂലൻഡ് എന്ന് പറയുന്നത് ഒരു വേറൊരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം എന്ത് ചെയ്തു, എലിമെൻസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. എന്താണ്, ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദി ആറ്റോമിക്, സെയിം പ്രിൻസിപ്പിൾ തന്നെ, ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദി ആറ്റോമിക് മാസ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓഫ് 8 എലിമെൻറ്റ്സ്. 8 എലിമെൻറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത്. അവിടെ 3 എലിമെൻ്റ് ആയിരുന്നു, ഇവിടെ 8 എലിമെൻ്റ് ആയിട്ടായിരുന്നു. അതിന് നമ്മൾ എന്ത് പറയുന്നു, ഒക്ടേവ്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ഒക്ടേവ്സ്. അതിന് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, മ്യൂസിക്കൽ നോട്ട് എങ്ങനെ സരിഗമ പദ നിസ അല്ലെങ്കിൽ ഡോറെ മീഫ സോല ടിഡോ എന്നുള്ള മ്യൂസിക്കൽ നോട്ട്സ് അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സരിഗമ പദ നിസ സനിദപ്പ മകരിസ. അതേപോലെ ന്യൂലൻഡ് അത് ഡിവൈഡ് ചെയ്തു. അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്, സരിഗമ പദ നിസ. അപ്പോൾ എച്ച് ഹൈഡ്രജൻ, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. അത് കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങേരെ എന്ത് ചെയ്തു, ഫ്ലൂറിൻ താഴേക്കാണ് കൊണ്ടുവന്നത്. പിന്നെ സോഡിയം, മഗ്നീഷ്യം. അപ്പം ആ അറേഞ്ച്മെൻറ്റിലും മിസ്റ്റേക്ക് വന്നു, അതിലും മിസ്റ്റേക്ക് വന്നപ്പോൾ അതിലും മിസ്റ്റേക്ക് വന്നപ്പോൾ നമ്മൾ അടുത്ത മോഡലിലേക്ക് പോയി. അടുത്ത മോഡൽ കണ്ടുപിടിച്ചത് എന്താണ്, ആരാണ്, മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിലേക്ക് വന്നു. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളും ഇതേപോലെ ആറ്റോമിക് മാസിൻ്റെ പ്രോപ്പർട്ടി എടുത്ത് തന്നെയാണ് ഡിവൈഡ് ചെയ്തത്. പക്ഷെ പിന്നെയും അതിന് എന്താണ്, മെൻഡലീവ്സ് പീരിയോഡിക് ലോ നമ്മൾ വിളിക്കും. അതിങ്ങനെയാണ്, ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ ആറ്റോമിക് മാസസ്. ആറ്റോമിക് മാസസിൻ്റെ പീരിയോഡിക് ഫങ്ഷൻസ് ആയിട്ട് ഓരോ എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ ഡിവൈഡ് ചെയ്ത് അങ്ങേര് എന്ത് ചെയ്തു, അങ്ങേര് അത് റോസും കോളംസും ആയിട്ട് ഡിവൈഡ് ചെയ്ത് എലിമെൻസിനെ വെച്ചു. അപ്പോൾ അതിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, പിന്നെ കോപ്പർ, റുബീഡിയം, സിൽവർ, സീഷ്യം, ഗോൾഡ്, അങ്ങനെ ഓരോ താഴേക്കായിട്ടാണ് അദ്ദേഹം വെച്ചത്. അപ്പോൾ അതിൽ 1, 2, 3, 4, 5, 6 പീരിയഡ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. 6 പീരിയഡ്സേ ഇതിലുള്ളൂ. അപ്പോൾ പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം കോപ്പറിന് ഇവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ആറ്റോമിക് മാസ് ഇവിടെ ആറ്റോമിക് മാസും തമ്മിലൊരു ബന്ധമില്ല, പൊട്ടാഷ്യത്തിൻ്റെയും കോപ്പറിൻ്റെയും തമ്മിലൊരു ബന്ധമില്ല. അപ്പോൾ എന്ത് പറ്റി, അവിടെ ഒരു ചെറിയൊരു പ്രശ്നം വന്നു. ചെറുതല്ല, വലുതായിട്ട് തന്നെ ഒരു പ്രശ്നം വന്നു. ട്രാൻസിഷൻ എലിമെൻറ്റ്സ് ഒന്നും പ്രോപ്പറായിട്ട് കാണിച്ചിട്ടില്ല. ശരിക്കും ഇവിടെ അല്ലല്ലോ വരണ്ടേ, അപ്പോൾ ഇത് ഇവിടെയല്ലേ വരണ്ടേ, അങ്ങനെ എല്ലാം കൂടെ ഇത് പ്ലേസ് ചെയ്തത് ഒട്ടും ശരിയാവാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ഇതും ക്യാൻസൽ ചെയ്ത് മെൻ്റലി പീരിയോഡിക് ടേബിളിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ മെറിറ്റ്സും ഡീമെറിറ്റ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, 6 ഹൊറിസോണ്ടൽ റോസ് ആയിട്ട്, അത് ഇവിടെ ഇങ്ങനെ താഴേക്ക് പോകുന്നു, ഇങ്ങനെ താഴേക്ക് പോകുന്നു, നമ്മൾ റോസ് ആയിട്ടും, അതേപോലെ 8 വേർട്ടിക്കൽ കോളംസ് കണ്ടില്ലേ, 1 2 3 4 5 6 7 8 വേർട്ടിക്കൽ കോളംസുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുകയും പീരിയഡ്സ് ആക്കുകയും ചെയ്തു. എന്നിട്ട് അതിൻ്റെ വേണ്ട സ്ഥലങ്ങളിൽ അതിന് ലെഫ്റ്റ് സ്പേസസ് ലീവ് ചെയ്ത് മെൻ്റലീവ് ഒരു പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നു. പക്ഷെ അപ്പോഴും എന്തായിരുന്നു, ആറ്റോമിക് മാസിൻ്റെ രീതിയിൽ വെച്ചപ്പോഴും അതിന് കുറേ ഡിഫക്ട്സ് ഉണ്ടായിരുന്നു. അപ്പം മെറിറ്റ്സ് എന്തായിരുന്നു, എലിമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ a more fundamental basis of their atomic masses and properties. Spaces were left vacant to accommodate the elements to be discovered in the future. It could predict the properties of the elements which help in the discovery of new elements. The inert gas elements discovered later could be placed in separate groups without disturbing the table. ഇപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് എന്താ, എലിമെൻറ്റ് ആറ്റോമിക് മാസസിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എലിമെൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റി. കണ്ടുപിടിക്കാത്ത എലിമെൻസിന് വേണ്ടി സ്പേസുകൾ വിട്ടു. രണ്ടാമത്തെ പോയിന്റ് അതാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഇറ്റ് കുഡ് പ്രെഡിക്റ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലിമെൻറ്റ് വിച്ച് ഹെൽപ്പ് ഇൻ ദി ഡിസ്കവറി ഓഫ് ന്യൂ എലിമെൻറ്റ്. എന്നാണ്, ഇനി ഡിസ്കവറി ചെയ്യാൻ പോകുന്ന എലിമെൻസിൻ്റെ പ്രോപ്പർട്ടീസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഇനർട്ട് ഗ്യാസ് എലിമെൻറ്റ്സ് ഡിസ്കവർഡ് ലേറ്റർ കുഡ് ബി പ്ലേസ്ഡ്
ഇൻ സെപ്പറേറ്റ് ഗ്രൂപ്പ്സ്. ഇനേർട്ട് ഗ്യാസ് എന്ന് വെച്ചാൽ ഒന്നുമായിട്ട് ചേരാത്ത എലിമെൻറ്റ്സ്, ഒരു എലിമെൻസുമായിട്ട് റിയാക്ഷൻ നടക്കാത്ത ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇനേർട്ട് ഗ്യാസ്, അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്നാണ് അവർ നമ്മൾ പീരിയോഡിക് ടേബിൾ വിളിക്കുന്നത്. അവരെന്ത് ചെയ്തു, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് തന്നെ വെക്കാൻ നമുക്ക് കഴിഞ്ഞു, ബാക്കി ഒരു എലിമെൻസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ. അതൊക്കെ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിന് പറ്റി. അതൊക്കെയാണ് അതിൻ്റെ മെറിറ്റ്സ്. പക്ഷേ ഡിമെറിറ്റ്സ് നമ്മൾ പറയാൻ പോവുകയാണ്. സം ഓഫ് ദി എലിമെൻറ്റ്സ് ആർ നോട്ട് അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദി ആറ്റമിക് മാസ്. അത് ഞാൻ കാണിച്ചു തന്നെ. പൊട്ടാഷ്യം കോപ്പറും വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി അല്ലേ. അതേപോലെ കൊബാൾട്ട് ഇസ് നോട്ട് പ്ലേസ്ഡ് ബിഫോർ നിക്കൽ. അങ്ങനെ കുറേ എലിമെൻസിന് പ്രശ്നമുണ്ടായി. പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇസ് നോട്ട് ക്ലിയർ ബിക്കോസ് ഇറ്റ് ഷോസ് പ്രോപ്പർട്ടീസ് സിമിലർ ടു മെറ്റൽ ആസ് വെൽ ആസ് നോൺ മെറ്റൽ. ഹൈഡ്രജൻ മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ, അത് എവിടെയാണ് പ്ലേസ് ചെയ്തത്, അതിനുള്ള ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നില്ല. പൊസിഷൻ ഓഫ് ഐസോട്രോപ്സ് ഓഫ് എലിമെൻറ്റ്സ്, ഒരു എലിമെൻറ്റിൽ തന്നെ ഐസോട്രോപ്സ് എവിടെയായിരിക്കുമെന്ന് ക്ലിയർ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല മെൻ്റലി. അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് വരുന്നത്. മോസ്റ്റ്ലി കണ്ടുപിടിച്ചത് ഇതാരാ കണ്ടുപിടിച്ചത്, മെൻ്റലി. അപ്പോൾ ഞാനത് മോസ്റ്റ്ലി കണ്ടുപിടിച്ച മോഡേൺ പീരിയോഡിക് ലോയിലേക്ക് വരികയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് മോഡേൺ പീരിയോഡിക് ലോ ആണ്. അതിൽ നമുക്ക് കാണാം, ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലിമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. പ്രോപ്പർട്ടീസ് ഓഫ് എൻ എലിമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ ആറ്റോമിക് മാസ്. അപ്പോൾ ആറ്റോമിക് മാസ് അല്ല, സോറി, ആറ്റോമിക് നമ്പർ. ഇത്രയും നേരം നമ്മൾ ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ആറ്റോമിക് നമ്പർ പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് ആ ഓർഡറിൽ വരുന്ന നമ്പറിനെ നമ്മളിവിടെ ആറ്റോമിക് നമ്പറായിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ 1 ആണെങ്കിൽ 2 ഹീലിയം, ലിഥിയം 3, ബെറിലിയം 4, ബോറോൺ 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അങ്ങനെ ഓരോ എലിമെൻസിനും ഓരോരോ പൊസിഷൻ കൊടുത്ത് വേക്കൻ്റ് ആയിട്ട് ഇതൊക്കെ ഈ യു അതൊക്കെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 118, ഇത് 113 ആണ് കാണിക്കുന്നത്. 118 എലിമെൻറ്റ്സ് വരെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അതേപോലെ ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് നമ്മൾ എഫ് ബ്ലോക്ക് എലിമെൻറ്റ്സ് ആയിട്ട് പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചു. ഇത് നമ്മുടെ എസ് ബ്ലോക്ക് എലിമെൻറ്റ്സ് ആണ്. ഇത് നമ്മുടെ ഈ ഭാഗത്ത് വരുന്നത് നമ്മൾ പി ബ്ലോക്ക് എലിമെൻറ്റ്സ് ആണ്. ഇത് നമ്മളുടെ ഇവിടെ വരുന്നത് എന്താണ്, നമ്മുടെ ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ് ആണ്. പിന്നെ ഇത് താഴെ വരുന്ന ലാന്തനൈഡ് സീരീസും ആക്ടിനൈഡ് സീരീസും നമ്മുടെ എഫ് ബ്ലോക്ക് എലിമെൻറ്റ്സും ആണ്. ഇത്രയും നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇത് വേറെ ഇതുണ്ടോ, ഹൈഡ്രജനെ വേറെ സ്പെഷ്യലായിട്ട് കീപ്പ് ചെയ്തു. യെല്ലോയിൽ കാണിക്കുന്ന ആൽക്കലൈൻ മെറ്റൽസ് ആണ്, ബ്ലൂവിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ഈ ഓറഞ്ചിൽ വരുന്നതെല്ലാം ട്രാൻസിഷൻ മെറ്റൽസ്. പുവർ മെറ്റൽസ് ആയിട്ടുള്ളതിനെല്ലാം ഇവിടെ താഴെ കാണിക്കുന്നത്. പുവർ മെറ്റൽസ് ആയിട്ടുള്ളതിനെ, നോൺ മെറ്റൽസ് എല്ലാം വൈറ്റിലാണ് കാണിക്കുന്നത്. നോബിൾ ഗ്യാസ് എല്ലാം ഇവിടെ റെഡ് കളറിൽ കാണിക്കുന്നു. റെയർ മെറ്റൽസ് ഒന്നും ഓർത്തിൽ റെയറായിട്ടേ കാണുള്ളൂ. അതിന് നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ ലാന്തനൈഡ് സീരീസും ആക്ടിനൈഡ് സീരീസിലുള്ള എലിമെൻറ്റ്സ്. ഇതിൽ മോസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, ഒന്നെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പേരോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെ പേരൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടുത്തെ എലിമെൻറ്റ്സിനെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 118 എലിമെൻറ്റ്സിനെയും നമുക്കറിയാം. പണ്ട് നമുക്ക് 11 ഇത്രയൊക്കെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ എല്ലാ ഡിസ്കവറീസും ഒക്കെ വെച്ച് നമുക്ക് ഏറ്റവും 118 വരെയുള്ള എലിമെൻറ്റ്സിനെ അറിയാം. വീണ്ടും ഞാൻ പ്ലേസ് ചെയ്യുകയാണ്. വീണ്ടും പുതിയൊരു പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൻ്റെ ഇമേജസ് കാണിച്ചിരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഈ കാണുന്ന ഈ സിഗ്സാഗ് ലൈൻ കാണുന്നതാണ് നമ്മുടെ എന്താണ്, മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ബോറോൺ, സിലിക്കൺ, ജെർമാനിയം, നെപ്റ്റ്യൂൺ, ഇതൊക്കെ നമ്മുടെ ബോറോൺ, സിലിക്കൺ, ആർസനിക്, ഇതൊക്കെ നമ്മുടെ എന്താണ്, നമ്മൾ പറയുന്ന മെറ്റലോയിഡ്സിൻ്റെ എക്സാമ്പിൾസിൽ വരും. ഓക്കെ, ഇത് സെൻട്രൽ വാഷിങ്ടൺ യൂണിവേഴ്സിറ്റീൻ്റെ പീരിയോഡിക് ടേബിൾ. ഇത് ആദ്യം ഉണ്ടാക്കുന്നത്, ഇത് ഇവർ റിവൈസ് ചെയ്തിട്ടുണ്ടാവും ബിക്കോസ് ഇപ്പോൾ 118 എലിമെൻറ്റ്സ് വരെ വന്നിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇത് മോഡേൺ പീരിയോഡിക് ടേബിൾ എലിമെൻറ്റ്സ് ആർ അറേഞ്ച് ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദി ആറ്റമിക് നമ്പർ. ആറ്റമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ എന്ത് വെച്ചേക്കുന്നത്, മോഡേൺ പീരിയോഡിക് ടേബിളിൽ എലിമെൻറ്റ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് 7 ഹൊറിസോണ്ടൽ റോസ് ഉണ്ട്. നോക്കിക്കാം, ഇവിടെ നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 ഹൊറിസോണ്ടൽ റോസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ എന്താണ്, 18 വേർട്ടിക്കൽ റോസും നമുക്ക് എവിടെ ഉണ്ട്. അത് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8. സോറി, 8 അല്ല, നമ്മളപ്പോൾ ഇവിടെയും കൂട്ടണം. ഈ താഴെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 എന്താണ് 18
വെർട്ടിക്കൽ റോസ് ആയിട്ടും 7 ഹൊറിസോണ്ടൽ റോസ് ആയിട്ടും അതായത് 18 ഗ്രൂപ്പ്സ് ആയിട്ടും നമുക്ക് അങ്ങനെ പറയാം. 18 ഗ്രൂപ്പ്സ് ആയിട്ടും 7 ഹൊറിസോണ്ടൽ റോസ്, ദാറ്റ് ഇസ് പീരിയഡ്സ് ആയിട്ടും, ഗ്രൂപ്പ്സും പീരിയഡ്സും ആയിട്ട് 7 ഹൊറിസോണ്ടൽ റോസിന് നമ്മൾ പീരിയഡ്സ് ആയിട്ട് വിളിക്കുന്നു. 18 വെർട്ടിക്കൽ റോസിന് കോളംസ് എന്ന് പറയാം. കോളംസിനെ നമ്മൾ എന്ത് പറയുന്നു, ഗ്രൂപ്പ്സ് ആയിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്തു. അതാണ് ഇവിടെ ഈ പോയിന്റിൽ മൊത്തം പറഞ്ഞേക്കുന്നത്. അതിൽ ഓരോ എലിമെൻസിനും ഓരോ പേരുകളായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ. പിന്നെ അതിന് താഴെ നമ്മൾ വെച്ചേക്കുന്നത് ഇത് കാണുന്നില്ല, ഈ സെപ്പറേഷൻ, ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. പക്ഷേ ഇതിവിടെ നമുക്ക് കീപ്പ് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ ഇത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒന്നും ഒരു പ്രോപ്പർ അറേഞ്ച്മെൻ്റ് അല്ലാതെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പുറത്തേക്ക് എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് ലാന്തനൈറ്റ് സീരീസും ആക്ടിനൈറ്റ് സീരീസായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഓക്കെ. ഇനി ഇതിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദി പീരിയഡ്സ് ആൻഡ് ഗ്രൂപ്പ്സ്. അത് നമുക്ക് കാണാൻ പറ്റും. ഓരോ പീരിയഡ്സിനും ഓരോ ഗ്രൂപ്പ്സിനും ഓരോരോ പ്രോപ്പർട്ടീസ് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വാലൻസ് ഇലക്ട്രോൺ നമുക്ക് കാണാം. ഇപ്പോൾ സെക്കൻഡ് പീരീഡിൽ എലിമെൻറ്റ്സ് ലിത്തിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഓക്കെ. സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക. സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പം ഇതിൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അതിന് മുന്നേ നമ്മൾ ഗ്രൂപ്പ്സ് പറഞ്ഞു. ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിന് നോർമൽ എലിമെൻറ്റ്സ്, ബി ട്രാൻസിഷൻ എലിമെൻറ്റ്സ്, എ എന്ന് പറയുന്നത് നോർമൽ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ്. ബി എന്ന് പറയുന്നത് ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്ന് പറയുന്നതാണ്. അതിൽ പിന്നെ ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്നർ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് ആണ്. ഗ്രൂപ്പ് 1A എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ്. ഇതാണ് ഗ്രൂപ്പ് 1A എന്ന് പറയുന്നത്. ഇത് ഗ്രൂപ്പ് 2A എന്ന് പറയുന്നത്. ഈ എ എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറയുന്നത് നോർമൽ മെറ്റൽസിന് പൊതുവെ കൊടുക്കുന്നതാണ്. ബി ആകുമ്പോൾ ട്രാൻസിഷൻ മെറ്റൽസ് ആയതുകൊണ്ടാണ് ഇത് ബി സീരീസിലേക്ക് പോകുന്നത്. എ എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലി മെറ്റൽ. 1A എന്ന് പറഞ്ഞാൽ ആൽക്കലി, 2A എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ. ഇനി വീണ്ടും വരുമ്പോൾ നമുക്ക് ഇനിയും ഉണ്ട് അതിൽ നോക്കാൻ. 17th ഗ്രൂപ്പ് ഹാലജൻസ് എന്ന് വിളിക്കും. 17th ഗ്രൂപ്പിനെ നമ്മൾ ഇതാണ് 17th ഗ്രൂപ്പ്. ഇതിനെ നമ്മൾ ഹാലജൻസ് എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ ചാൽക്കോജൻ, ഓക്സിജൻ ഗ്രൂപ്പിനെ ചാൽക്കോജൻസ് എന്ന് വിളിക്കും. അതേപോലെ ഇതിനെയാണ് നമ്മൾ നോബൽ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. 8A നമ്മൾ എന്ത് പറയുന്നത്, നോബൽ ഗ്യാസ് 18നെയാണ് നമ്മൾ അല്ലെങ്കിൽ ഇവിടെ 8A എന്ന് എഴുതിയത്. 18th ഗ്രൂപ്പിനെയാണ് നമ്മൾ നോബൽ ഗ്യാസോ ഇനേർട്ട് ഗ്യാസ് ആണെങ്കിൽ 18 അല്ലെങ്കിൽ 8 ഇങ്ങനെയാണ് അതിനെ വിളിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് ഷോർട്ടായിട്ട് നമുക്കൊരു മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് കാണാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബാലൻസി എന്താണെന്ന് പഠിക്കാം. അതേപോലെ തന്നെ അതിൻ്റെ ഇലക്ട്രോനെഗറ്റീവ് എന്താണ്, ഇലക്ട്രോൺ എഫിനിറ്റി എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. ഇത്രയും പഠിച്ചെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. താങ്ക് യു.